അതിനു മുമ്പ് ഇപ്പോൾ ബി.ജെ.പി. നേതാക്കളുടെ കൂടുതൽ പ്രതികരണങ്ങൾ. ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി പി.സി. ജോർജിന്റെ പിന്തുണയാണ്. അദ്ദേഹം ഇന്ന് ഹാജരാകാൻ പോകുന്നു. അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ വന്നതാണ്. പോലീസിന്റെ അനുമതി മേടിച്ചിട്ടല്ല ഇത്രയും കാലം ഈ രാഷ്ട്രീയ പ്രവർത്തനം എവിടെയാണെന്നുള്ള ചോദ്യമാണ്. അദ്ദേഹം ഹാജരാകും. അദ്ദേഹം ഇന്ന് ഹാജരാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് ഹാജരാകും. പോലീസ് പ്രകോപനം സൃഷ്ടിക്കുക അത് നമുക്കറിയില്ല. അവർ സൃഷ്ടിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളത് നോക്കുന്നില്ല. നമ്മൾ ഹാജരാകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹാജരാകും. പാർട്ടി പ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവും. ഞങ്ങൾ അദ്ദേഹത്തിന്റെ ആ പിന്തുണ അറിയിക്കാൻ വേണ്ടിയാണ് പ്രവർത്തകരോട് വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യത്തെ പറ്റി പോലീസിന് ഒരുപാട് സംശയങ്ങളുണ്ട്. പോലീസിന് സംശയം തീർക്കുന്നത് നമ്മളെ അവരൊക്കെ സംശയങ്ങളുണ്ടാവും. നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടി പി.സി. ജോർജ് ഈ വിഷയത്തിൽ പി.സി. ജോർജ് പറഞ്ഞ കാര്യത്തിന്മേൽ പി.സി. ജോർജിനെതിരായിട്ട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണകൂടം പി.സി. ജോർജിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബി.ജെ.പി. അവർ ചോദിക്കുന്ന ഒളിവിലിരുന്നുകൊണ്ടാണോ അങ്ങനെ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് ചോദിക്കുന്നു? ഒളിവിലൊന്നുമല്ലോ. എവിടെ ഒളിവിൽ? ആരാണ് ഒളിവിലും? എവിടെയാ പി.സി. അദ്ദേഹം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സമ്മതിക്കൂ. അദ്ദേഹം ഒന്ന് ഇരിക്കട്ടെ എവിടെയെങ്കിലും. പി.സി. ജോർജ് നടത്തിയിരിക്കുന്ന പരാമർശങ്ങളെ ബി.ജെ.പി. ന്യായീകരിക്കുന്നുണ്ട്. പി.സി. ജോർജ് നടത്തിയ പരാമർശത്തെ പറ്റി ഇപ്പൊ പറയാൻ ഞാൻ അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം പറയും. നിങ്ങൾക്ക് സംസ്ഥാന അധ്യക്ഷനോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കാം. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പി.സി. ജോർജിന് പിന്തുണ കൊടുക്കാൻ വേണ്ടി. അതായത് പി.സി. ജോർജ് എന്ത് പറഞ്ഞാലും അതിനെതിരായിട്ട് നടപടിയെടുക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. ഇപ്പോൾ കേരളത്തില് ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ പി.സി. ജോർജ് തോൽക്കാനുണ്ടായ സാഹചര്യത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പി.സി. ജോർജിനെ ഇവിടെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഭരണകൂടം ആരുടെ പിന്തുണയാണോ നേടിയത് ഇവിടെ ആ പിന്തുണ നേടിയവരെ സംരക്ഷിക്കാനും അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കാനും വേണ്ടി എടുക്കുന്ന ആസൂത്രിതമായ നീക്കത്തിനെതിരായിട്ടുള്ള പി.സി. ജോർജിന്റെ നടപടികൾക്കാണ് നമ്മൾ പിന്തുണ കൊടുത്തിരിക്കുന്നത്. ഇല്ല, ബി.ജെ.പി. അത് നിശ്ചയിച്ചിട്ടില്ല. മുൻകൂറായിട്ട് ഞങ്ങൾ ഒന്നും നിശ്ചയിച്ചിട്ടില്ല. ഞങ്ങളിവിടെ പോലീസ് ഞാൻ പറഞ്ഞല്ലോ പി.സി. ജോർജിന് പിന്തുണ എന്ന് പറഞ്ഞാൽ അത് ഏതർത്ഥത്തിലെടുക്കാം? പരാമർശത്തിലല്ല. പി.സി. ജോർജിന് പിന്തുണ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ ഞങ്ങൾ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരായിട്ട് കേരളത്തിന്റെ ഭരണകൂടം അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം പരാമർശത്തിന് അദ്ദേഹം പിറ്റേ ദിവസം തന്നെ ക്ഷമ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഹമാസിന്റെ നേതാക്കന്മാരെ ആനപ്പുറത്ത് വെച്ച് എഴുന്നള്ളിച്ചു. നിങ്ങൾക്ക് ആർക്കും ലാഭിഷത്തെപ്പറ്റി നിങ്ങൾ എത്ര ദിവസം ചർച്ച നടത്തി? ഇവിടെ എന്ത് നടപടിയാണ് എടുത്തത്? അവരുടെ ഫോട്ടോ വെച്ച് അവരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു. ഇവിടെ എന്ത് നടപടിയെടുത്തു? അവലും വളരും കുന്തിരിക്കോ കരുതി വെക്കാൻ പറഞ്ഞു. എന്ത് നടപടിയാണ് ഇവിടെ എടുത്തത്? ഗണപതി മിത്താണെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? നിയമസഭയ്ക്കകത്തിരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു. എന്ത് നടപടിയാണ് എടുത്തിരിക്കുന്നത്? ഹിന്ദു സ്ത്രീകളെ മുഴുവൻ അപമാനിച്ചിട്ടുണ്ട്. എന്തെങ്കിലും നടപടിയെടുത്തോ? ആ പുസ്തകം പ്രകാശനം ചെയ്യാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പോകുന്നുണ്ട്. ഇവിടെ യാതൊരു നടപടിയുമില്ല. പി.സി. ജോർജ് മാത്രം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ നടപടിയെടുക്കുന്ന ഒരു സമൂഹം. അങ്ങനെ പി.സി. ജോർജിനെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ല, അപ്പൊ ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഞാൻ പറഞ്ഞതിന്റെ മറുപടി പറ. ഹമാസിന്റെ നേതാവിനെ ആനപ്പുറത്തിരുത്തി ഇവിടെ പ്രകടനം നടത്തി. എന്ത് നടപടിയെടുത്തു? മാധ്യമങ്ങൾ എത്ര ദിവസം ചർച്ച ചെയ്തു? ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമല്ലേ പോലീസ്? കോടതിയുടെ പരാമർശം ഞാനൊന്നും പറയുന്നില്ല. അത് പറയാൻ ഞാൻ ആളായിട്ട്. സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടും ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടും ഒരുപോലെയാണ്. 2 ജില്ലാ പ്രസിഡന്റുകളുടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന ഘടകം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഹാജരാകാനാണ് പോകുന്നത്. ഹാജരാകാൻ പോവാണ്. യെസ്, എന്തായാലും പി.സി. ജോർജിന്റെ അറസ്റ്റ് ഇന്നുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പി.സി. ജോർജ് പോലീസ് സ്റ്റേഷനിലെത്തി അറസ്റ്റ് കൈവരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് നേരത്തെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നതാണ്. പക്ഷേ പി.സി. ജോർജ് ആവശ്യപ്പെട്ട സമയത്ത് ഹാജരായില്ല. ഇന്ന്